ജോർജിയയിലേക്ക് സ്റ്റുഡൻസ് പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. സോ MBBS സ്റ്റുഡന്റ് ആണ് നിങ്ങൾ. അപ്പോൾ പാർട്ട് ടൈം ജോബ് പോസിബിൾ ആണോ ഹോസ്റ്റലിൽ നിന്നുകൊണ്ട്? എന്താണ് അഭിപ്രായം? ആക്ച്വലി പാർട്ട് ടൈം ജോബ് പോസിബിൾ ആണ്. പക്ഷെ ആസ് ആൻ MBBS സ്റ്റുഡന്റ് ഞാനത് വലിയ പ്രൊമോട്ട് ചെയ്യില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മുടെ സ്റ്റഡീസിലാണ്. അപ്പോൾ ടൈം മാനേജ്മെന്റ് നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ എടുക്കുന്നവരൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിറ്റേ ദിവസം രാവിലെ 9 മണി MBBS സ്റ്റുഡൻസ് ആണെങ്കിൽ കൂടുതൽ പഠിക്കാം. അതെ പിറ്റേ ദിവസം രാവിലെ ആയിരിക്കും ക്ലാസ്സിനൊന്നും പോകാൻ പറ്റില്ല. പോയി തന്നെ അവിടെ പോയി ഉറങ്ങേണ്ടി വരും. അതല്ലാതെ നഴ്സിംഗിന്റെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി ഡിഗ്രിക്ക് പഠിക്കുന്ന സ്റ്റുഡൻസ് അവർക്കൊക്കെ എനിക്ക് തോന്നുന്നു മാനേജബിൾ ആയിരിക്കും. ബിക്കോസ് ഇത്ര ബേർഡൻ ആയിരിക്കില്ല പഠിക്കാൻ. അതുകൊണ്ട് അവർക്ക് ഭയങ്കര ആക്സസിബിളും ആയിരിക്കും പാർട്ട് ടൈം ജോബ് ഒക്കെ. സോ അക്കോമഡേഷൻ പുറത്താണ്, പുറത്തൊരു ഫ്ലാറ്റ് എടുത്ത് സ്റ്റേ ചെയ്യാണ്. അപ്പൊ വളരെ ഈസിയാണ് പല വർക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ പാർട്ട് ടൈം ജോബ് MBBS സ്റ്റുഡൻസിന് പോസിബിൾ ആണോ? നഴ്സിംഗ് സ്റ്റുഡൻസിന് പോസിബിൾ ആണോ? അല്ലെങ്കിൽ അതർ ഡിഗ്രി കോഴ്സസിന് പോസിബിൾ ആണോ? പാർട്ട് ടൈം ജോബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മന്ത്ലി വരുന്ന എക്സ്പെൻസസ് കവർ ചെയ്യാൻ പറ്റും. എന്താണ് അഭിപ്രായം? നമുക്ക് പുറത്ത് ഇപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു റെസ്ട്രിക്ഷൻ ഇല്ല ഹോസ്റ്റൽ പോലെ. അപ്പൊ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഈവനിങ് ഷിഫ്റ്റ്, മോർണിംഗ് ഷിഫ്റ്റ്, നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ നമുക്ക് എടുക്കാം. പക്ഷെ ഡിപ്പെൻസ് ഓൺ വാട്ട് വി ആർ ടേക്കിംഗ്, ലൈക്ക് കോഴ്സസ് ലൈക്ക് MBBS നഴ്സിംഗ് ഒക്കെ വരുമ്പോൾ ഞാൻ MBBS സ്റ്റുഡന്റ് ആയതുകൊണ്ട് നമുക്ക് ആരും അധികം പോകുന്നില്ല, അതേപോലെ പ്രൊമോട്ടും ചെയ്യുന്നില്ല. കാരണം നമുക്ക് കുറെ സ്റ്റഡീസ് ഉണ്ടാവും, ഈ അക്കാഡമിക്സ് തന്നെ ശ്രദ്ധിക്കാൻ കുറെ ടൈമുണ്ട്. പക്ഷെ കുറെ സ്റ്റുഡൻസ് ലൈക്ക് നഴ്സിംഗ് അല്ലെങ്കിൽ നോർമൽ കോഴ്സ് എടുത്ത് വരുന്നവർക്കൊക്കെ കുറെ ആൾക്കാർ ഇവിടെ ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച്.